ഞാനേ ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. കൊച്ചേ ഇവിടെ നിൽക്കണ്ടായിരുന്നോ? എങ്ങോട്ടായി വെച്ചടിച്ച്? ഞാൻ ഈ ഫുട്ബോൾ ലോകകപ്പല്ലേ, അപ്പൊ അതിന്റെ ഓരോ അപ്ഡേഷൻ നോക്കി ഇങ്ങനെ വരുമായിരുന്നു. ഓഹോ, അതിന് ലോകകപ്പിനെ കുറിച്ച് വല്ല അറിയുവോ? അറിയോന്നോ? 1930 96 വർഷങ്ങൾക്ക് മുമ്പല്ലേ ആദ്യ ലോകകപ്പ് നടന്നത്, അതും ഉറുഗ്വേയില്. അവര് തന്നെയായിരുന്നു അന്ന് ചാമ്പ്യന്മാര്. ഇപ്പോഴത്തെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചിട്ടാണ് 4-2 അവർ ജയിച്ചത്. ആദ്യ പതിപ്പിൽ 13 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. പിന്നെ 4 വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് നടക്കുക. ഇതിനിടയിൽ 2 തവണ ലോകകപ്പ് നടന്നിട്ടില്ല. ആ പറഞ്ഞത് ശരിയാ. രണ്ടാം ലോകമഹായുദ്ധം കാരണം 1942-ലും 1946-ലും ലോകകപ്പ് നടന്നിട്ടില്ല. അത് ശരിയാ. ഇക്കുറി പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? അമേരിക്ക, കാനഡ, മെക്സിക്കോ ഈ 3 രാജ്യങ്ങളാണ് ആതിഥേയത്വം വഹിക്കുന്നത്. അതും മാത്രമല്ല, കഴിഞ്ഞ തവണയൊക്കെ ആയിട്ട് ഏകദേശം 32 ടീമുകളാണ് മത്സരിച്ചിരുന്നത്. ഇത്തവണ അത് 48 ടീമുകളാണ് മത്സരിക്കുന്നത്. പിന്നെ ജൂൺ 11 ആരംഭിക്കുന്ന മത്സരങ്ങൾ സമാപിക്കുന്നത് ജൂലൈ 19. അതായത് ഒരു മാസത്തിലും അപ്പുറത്തേക്ക്. മാത്രമല്ല 104 മത്സരങ്ങളാണ്. ഇതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. വേറൊരു കാര്യമുണ്ട്, അമേരിക്കയിലൊക്കെ കളി നടക്കുന്നത്. ഇന്ത്യയിലപ്പം ഏകദേശം പുലർച്ചെയും പാതിരാത്രിയും ഒക്കെയാണ്. പലർക്കും കളി കാണാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ചാനലുകാരും ഈ സംപ്രേഷണാവകാശം ആദ്യം എടുത്തില്ല. പക്ഷേ അതിനും പരിഹാരമായി. ഇപ്പോൾ സി എന്റർടൈൻമെന്റ് ഇന്ത്യയിലെ സംപ്രേഷണാവകാശം ഏറ്റെടുത്തു. അതുമാത്രമല്ല, ലോകം കാത്തിരിക്കുന്ന ഈ ഫുട്ബോൾ പോരാട്ടം കേരള വിഷനിലും തത്സമയം കാണാം. യുണൈറ്റഡ് 8 സ്പോർട്സ് 1, യുണൈറ്റഡ് 8 സ്പോർട്സ് 2 ഇവയുടെ HD ചാനലുകൾ ഇവയാണ് കേരള വിഷനിൽ ലഭ്യമാവുക. ചാനൽ നമ്പർ 769, 770, 862, 864.